ആപ്കി അദാലത്തിൽ ജഗദീഷ് ടൈറ്റലറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തനിക്കെതിരായി സാക്ഷി പറഞ്ഞവർക്ക് പ്രഷർ കൊടുത്തു എന്നുള്ളതാണ്. ടൈറ്റലർ സർ, ഇംപ്രഷൻ ഇതാണ്. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്കെതിരായിട്ട് ഒരു കേസുമില്ല, ഒരു സാക്ഷി പോലും ഇല്ലെന്ന്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇതാണ്, താങ്കൾക്കെതിരായിട്ട് ആരും സാക്ഷി പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ അത്രത്തോളം പവർഫുൾ ആണ്, അതുകൊണ്ട് സാക്ഷി പറയാൻ ആരും വരില്ലെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ 84 കലാപത്തിന് ശേഷം 11 കമ്മീഷൻ ഉണ്ടായി. അതിൽ 7 കോൺഗ്രസ് ടൈമിൽ, 4 BJP ടൈമിൽ. അത് അദ്വാനിയാണ് നടത്തിയത്. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ 10,000 അഫിഡവിറ്റ് വെച്ച് ഫയൽ ചെയ്തു. ആരും ജഗദീഷ് ടൈറ്റലിനെതിരായിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്തില്ല. അപ്പൊ ഞാൻ മന്ത്രിയല്ല, അപ്പൊ BJP ഭരണമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആരും അഫിഡവിറ്റ് ഫയൽ ചെയ്തില്ല? 22 വർഷങ്ങൾക്ക് ശേഷം ഒരു നാനാവധി കമ്മീഷൻ നടന്നു. ഞങ്ങളുടെ ഭരണമായിരുന്നു അത് തുടങ്ങി വെച്ചത്. പിന്നെ 2 അഫിഡവിറ്റ് വന്നു. ഒരു അഫിഡവിറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർദാർ സുരേന്ദ്ര സിംഗ് ഞാൻ 9 മണിക്ക് ടൈറ്റ്ലർ സാറിനോട് ഗുരുദ്വാര പുൽ പങ്കേഷിൽ സിഖുകാരെ അടിക്കാനായി പറഞ്ഞു എന്റെ അമ്മ മരിച്ചതിന്. പിന്നെ ഇത് വേണമെങ്കിൽ കണ്ടോളൂ, ഇത് ദൂരദർശന്റെ വീഡിയോസാണ്. ഇതിൽ 7:30 മണിക്ക് ഞാൻ വന്ന് അതേ ദിവസം ഞാൻ രാജീവ് ഗാന്ധിക്കൊപ്പം വലിയ വലിയ ലീഡേഴ്സിനൊപ്പം ഇന്ദിരാഗാന്ധിയുടെ മരണച്ചടങ്ങിൽ ഞാൻ 9 മണിവരെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ 9:30 മണിക്ക് എന്നെ കണ്ടു എന്ന് പറയുന്ന ആരെയാ കണ്ടത്? അതിലെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൂരദർശന്റെ വീഡിയോ തന്നെയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ തെളിയിക്കാൻ പോകുന്നത് അന്ന് രാവിലെ 7:30 മുതൽ താങ്കൾ ഇന്ദിരാഗാന്ധിയുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ തന്നെയാ ഉണ്ടായിരുന്നത്. ഞാൻ താങ്കളുടെ പക്കലുള്ള എല്ലാ എവിഡൻസും കാണുന്നതായിരിക്കും. ഇത് ജനങ്ങൾ കാണാൻ വേണ്ടിയുള്ള ആദ്യത്തെ എവിഡൻസ് ആണ്. ധവൻ സാർ കൂടെ ഉണ്ടായിരുന്നു, മുഹമ്മദ് യുനീത് സാർ കൂടെ ഉണ്ടായിരുന്നു, അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു, പിന്നെ മറ്റുള്ള ലീഡേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത്രയും പേരുണ്ടായിട്ടും ആരും വാ തുറന്ന് പറഞ്ഞില്ലേ ജഗദീഷ് ടൈറ്റലർ അവിടെ തന്നെ ഉണ്ടായിരുന്നു? എല്ലാവരും പറഞ്ഞു CBI ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ആ ഫിലിമിനകത്ത് എന്തൊക്കെ ഉണ്ടോ CBI ഓരോ എവിഡൻസും എടുത്തു. CBI 1300 എവിഡൻസിന്റെ അടുത്ത് പോയി വിചാരണ ചെയ്തു. ഇതുവരെ ആരും സ്വപ്നത്തിൽ പോലും അങ്ങനെ പോയി വിചാരണ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് വിചാരണകൾ നടന്നു. എനിക്ക് ഒരാളെ വാങ്ങാൻ പറ്റും, 2 പേരെ വാങ്ങാൻ പറ്റും. 1300 വിറ്റ്നസിനെ വാങ്ങാൻ പറ്റൂ, അതും സർദാർ വിറ്റ്നസിനെ വാങ്ങാൻ പറ്റൂ. അവർ കോൺഗ്രസിനോട് വളരെ ദേഷ്യത്തിലായിരുന്നു. എന്നെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാളുണ്ടാവോ? എന്നെ കുറ്റം പറഞ്ഞ ഒരാൾ പോലും അങ്ങനെ അയാളോട് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ആ വക്കീലിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹമാണ് ഈ ഫുൾ ഗെയിമും കളിച്ചത്. നിങ്ങൾ പോയി സുന്ദർ സിംഗിന്റെ ഫുൾ ഇന്റർവ്യൂവും കാണൂ. അത് മുഴുവനായിട്ട് 25 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൽ 2 വക്കീലന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഗെയിം അവരുടേതാണ്. പറഞ്ഞത് സാക്ഷി പറഞ്ഞ ആൾ കള്ളം പറഞ്ഞെന്നാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഫിഡവിറ്റ് നൽകിയിരുന്നു, പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ അഫിഡവിറ്റ് മാറ്റി എഴുതിയെന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു അഫിഡവിറ്റാണ്, അതായത് CD. ഇതിൽ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഉറുദു അറിയില്ല. ഞാൻ ഗ്രൂം കേക്ക് ഞാൻ തന്നെ പോയി അത് നാനാവതിക്ക് നൽകി. പേപ്പറും ഞാനാണ് വാങ്ങിയത്. പിന്നെ ഞാൻ ജഗദീഷ് ടൈറ്റലിനെ കണ്ടിട്ടേയില്ല. ഇദ്ദേഹത്തിന് പ്രഷർ കൊടുത്ത് ഞാൻ നാനാവതിയിലേക്ക് അയക്കാൻ പറ്റുമോ? ഇതിനു മുൻപ് നൽകിയത് അദ്ദേഹമാണ്. ഇതിലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് എഴുതിച്ചവരുടെ പേരും അതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പരിക്ക് പറ്റിയതുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ കിട്ടുമെന്ന്. ഇതും നിങ്ങൾ തീർച്ചയായും ഇട്ട് കാണിക്കും. തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതായിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം പഞ്ചാബിലേക്ക് പോയി ജഗദീഷ് ടൈറ്റലറിന്റെ ആൾക്കാർ എന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ മറ്റൊരു ഫിലിം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനും പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഹോദരനും പറഞ്ഞു, അവരവരുടെ മകനൊപ്പം ഗുരുദ്വാരയിലായിരുന്നു. അവരുടെ മകനും പോയി അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ ഓരോ എവിഡൻസ് ആയിട്ട് ജനങ്ങളെ ആദ്യം ഈ സുന്ദർ സിംഗ്, അദ്ദേഹമാണ് ആദ്യത്തെ വ്യക്തി. ഇതിൽ സുന്ദർ സിംഗിന്റെ ടേപ്പും ഉണ്ടാവും, സുന്ദർ സിംഗിന്റെ ഫാദറിന്റെ ടൈപ്പും ഉണ്ടാവും, പിന്നെ സുന്ദർ സിംഗിന്റെ ബ്രദറിന്റെതും ഉണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ആപ്കി അദാലത്തിൽ ഇത്ര എവിഡൻസോടുകൂടി ഒരു അക്യൂസ്റ്റും വന്നതേയില്ല. ഞാൻ ഒരുപാട് വെറുത്തുപോയി. അതായത് നോക്കുകയാണെങ്കിൽ എൻ്റെ 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഡൽഹിക്കാർക്ക് നന്നായിട്ടറിയാം
ഇന്ന് രാവിലെ ഒരു ലേഡി വന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, എന്നെ വിളിച്ചു കൊണ്ടുപോയി കള്ളം പറയിപ്പിച്ച് എത്ര ദിവസം ഭക്ഷണം നൽകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് മുഴുവൻ കാര്യങ്ങളെയും കളിയാക്കുന്നത് പോലെയാണ്. ചില സമയത്ത് എനിക്ക് പേടി തോന്നും. അവരെന്നെ ടാർഗറ്റ് ചെയ്ത് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കുകയാണോന്ന് എനിക്കൊരു പേടിയുണ്ട്. യഥാർത്ഥ കൾപ്പിറ്റ് ആരാണ് അത് മനസ്സിലാക്കുന്നവരെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഐ ക്യാൻ ഗിവ് യു 14 FIR. അതിൽ RSS BJP ലീഡേഴ്സിന്റെ പേരും ഉണ്ടായിരുന്നു. ആരും അത് ശ്രദ്ധിച്ചില്ലല്ലോ. പക്ഷേ സർക്കാർ താങ്കളുടേതല്ലേ? 5 വർഷം ഇരുന്നു, അതിന് മുൻപുള്ള 5 വർഷം താങ്കളുടെ സർക്കാർ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, 84 ശേഷം 5 ഭരണങ്ങൾ വന്നു. ഓൾറെഡി ടാർഗറ്റ് ഈസ് മീ. ബിക്കോസ് BJPക്ക് അകാലിസിന്റെ സഹായം വേണം. ഇപ്പൊ ഇലക്ഷൻ വന്നാലും ശരി. അപ്പൊ കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ടാണ് BJPയുടെ ആൾക്കാരെ പിടിക്കാഞ്ഞത്? എനിക്കും ഇത് ഷോക്കിംഗ് ആണ്. എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്ന് എനിക്കറിയില്ല. വൈ നോട്ട്? ഞാൻ ഇന്നും പറയും, ആരാണോ ഈ കാര്യം ചെയ്തത്? 84 എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് തെറ്റാണ്. അവരെ തൂക്കിലേറ്റണം. പക്ഷെ ഇന്നസെന്റ് ആയ ആളെ നിർത്തിയിട്ട് അവർ പോളിറ്റിക്സ് ചെയ്താൽ, സർദാർ പോളിറ്റിക്സ് ചെയ്താൽ, അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് എന്നെ തോൽപ്പിക്കട്ടെ. ഒരു സർദാർജി പോലും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല. കണ്ട പാർട്ടീസിനോട് ഉത്തരം പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. ഞാൻ സിഖ് ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് ജയിച്ചു വരുന്നത്, സിഖ് ഫാമിലീസ് എന്നെ എങ്ങനെയാണ് ഗുരുദ്വാരയിലേക്ക് വിളിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നത്, അത് നോക്കണ്ടേ? ഇപ്പോഴും നോക്കൂ, എന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അവരുടെ കുടുംബത്തിൽ നിന്ന് 6 പേരെങ്കിലും വരും. ഞാൻ മീഡിയക്കാരോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ നിങ്ങൾ കാണിച്ചു. അവർ 2 മണിക്കൂർ റോഡ് തന്നെ ബ്ലോക്ക് ചെയ്തു, സിഖുകാരെ ക്ലോസ് ചെയ്തു. ഒരു കാര്യം പോലും കാണിച്ചില്ല. 2 മണിക്കൂർ ഷൂട്ട് ചെയ്തു, ഒന്നും കാണിച്ചില്ല. കാരണം പബ്ലിക്കിൽ അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടമാകുന്നത് അവർ കാണിച്ചില്ല. കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നും ഞാൻ തയ്യാറാണ്. ആരെങ്കിലും വന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഞങ്ങൾ ജഗദീഷ് ടൈറ്റ്ലർ അവിടെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ ഞാൻ അവർക്ക് ഞാൻ എവിടെയായിരുന്നു എന്ന് പ്രൂഫ് കാണിക്കാം. എനിക്കെതിരെ സംസാരിച്ചവർ പോലും ഞാൻ കള്ളം പറഞ്ഞാണെന്ന് പറയുന്നു. അവർ വീട്ടിലേക്ക് വന്നില്ലെന്ന് അവർ പറയുന്നു. CBI ക്ലീൻ ചീട്ട് നൽകിയത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമായോ? അപ്പൊ ഇതിന്റെ അർത്ഥം CBI എന്തെങ്കിലും ക്ലീൻ ചീട്ട് നൽകിയാൽ അവരെ കുറ്റവാളിയായി കരുതണം. ഈ രാജ്യത്തിന്റെ ഭരണയന്ത്രം തകർക്കണം. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ അനുഭവിച്ച ഒരു അന്യായമാണ്. ദൈവം ഇങ്ങനെ ഒരിക്കലും ആരോടും ഇത് കാണിക്കരുത്. പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മേലുള്ള വിശ്വാസം തന്നെ പോയല്ലോ. ഒരു ജനറേഷനിൽ ആരും ഒന്നും കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തു പറയാൻ കഴിയും? എന്റെ മകൾ പോലും എന്നോട് പറയുന്നു, അച്ഛാ നിങ്ങളുടെ പേര് ഒരുപാട് ചീത്തയായി. ഇങ്ങനെ എന്റെ മകൾ തന്നെ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും? പിന്നെ ഈ ഡാം അക്കാലീസ് അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. എത്രയാന്ന് വെച്ചാൽ അവർ ഗ്രന്ഥ് സാഹിബ് വായിക്കും. ഞങ്ങൾ എത്രമാത്രം ഗ്രന്ഥ് സാഹിബിനോട് തലകുനിച്ച് മാപ്പ് ചോദിക്കുന്നുവോ, അവർ ഗ്രന്ഥ് സാഹിബ് തുടർച്ചയായി വായിക്കും. അങ്ങനെയുള്ളവർ കള്ളം പറയുമ്പോൾ ഈ അക്കാലിസ് ഗ്രന്ഥ് സാഹിബ് ഉപയോഗിച്ച് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അതിനുവേണ്ടി കള്ളം പറയുന്നു. ഇന്നുപോലും നോക്കൂ, ഞാൻ ഇവിടെ വരുമ്പോൾ തെളിവുമായാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും പറയാണ്, വലിയ വലിയ ലീഡേഴ്സിനോട് പറയൂ, ബാദലിനോട് പറയൂ, അദ്ദേഹത്തിന്റെ മകനോട് പറയൂ, ഗുരുദ്വാര പ്രബന്ധ് കമ്മിറ്റിയോട് പറയൂ. ടൈറ്റിൽ സാറിനെതിരായി ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റൂ? ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഇന്ന് പറയുന്നു, പേര് ചീത്തയാക്കി. എത്രമാത്രം എന്ന് വെച്ചാൽ എന്റെ പാർട്ടിയെ പോലെ എംപാരസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ താങ്കൾ നൽകിയ തെളിവുകൾ നമുക്ക് നോക്കാം. സുരേന്ദർ സിംഗ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം എങ്ങനെയാണ് കള്ളം പറഞ്ഞതെന്നുള്ള തെളിവുകളാണ് ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അതും നമുക്കൊന്ന് നോക്കാം. जिस वक्त भारतीय जनता पार्टी का राज आया तो मैं उस वक्त ये कहा भी जिन्हों के नुकसान हुए ने, सट्टां लगियां ने, उन्होंने मुआवजा मिलेगा। तो मैं वो मुआवजा लैन वास्ते जिहड़े कि वकील सन उन्होंने नाल गल की, उन्होंने जो मजबूर बनाया वो अंग्रेजी च बनाया तो मेथों उहदे ते साइन करा। ਤੇ ਦੂਸਰਾ, ਜਦੋਂ ਮੈਨੂੰ ਪਤਾ ਲੱਗਾ ਕਿ ਉਹਦੇ ਵਿੱਚ ਤਾਂ ਸ੍ਰੀ ਜਗਦੀਸ਼ ਟੈਟਲਰ ਦੇ ਖਿਲਾਫ ਲਿਖਿਆ, ਤਾਂ ਮੈਂ ਦੁਬਾਰਾ ਐਫੀਡੇਵਿਟ ਦੇ ਕੇ ਆਪਣਾ ਸਪਸ਼ਟੀਕਰਨ ਦੇ ਦਿੱਤਾ ਕਿ ਮੈਂ ਜਗਦੀਸ਼ ਜੀ ਨੂੰ ਨਹੀਂ ਵੇਖਿਆ। ഈ സുരേന്ദർ സിംഗ് ആദ്യം ഒരു കാര്യം പറഞ്ഞു, പിന്നീട് അത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ താങ്കൾ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹവും ഇയാൾ കള്ളം പറഞ്ഞതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിന് തുണയായിരുന്നു. അദ്ദേഹത്തിന്റെ അനിയനും ഉണ്ടായിരുന്നു. നമുക്ക് അത് രണ്ടും നോക്കാം. ഇദ്ദേഹത്തിന്റെ ഫാദർ പിന്നെ ബ്രദർ, ഇവർ രണ്ടുപേരും എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. आपने कभी जगदीश टाइटलर को इन दंगों के बीच में या लोगों के साथ देखा आपने? कोई उनका मतलब कि आपको किसी लोगों की आगे उनका वहाँ उनको हाजिरी थी उनकी उसमें, या उन्होंने लोगों को उकसाया उसके लिए? ना जी, क्योंकि दूर दूर तक भी दिखाई नहीं।
सुरिंदर सिंह जो आपके बेटे हैं, जो वहाँ के ग्रंथी थे, वो बार बार एक बयान दे रहे हैं कि मैंने वहाँ पे जगदीश टाइटलर को दंगा लोगों को उकसाते हुए देखा, जो लोग दंगा कर रहे थे। तो इस बात में कितनी सच्चाई है? इसमें वो 100% झूठ बोल रहा है। दंगे के समय आपने कब जगदीश टाइटलर जी को या किसी और को वहाँ दंगों को भड़काते हुए या लोगों को भड़काते हुए देखा? नहीं, बिल्कुल नहीं देखा। 84 के दंगों के बारे में कभी सीबीआई ने आपसे कोई जानकारी प्राप्त करने की कोशिश की या आपने उनको देने की कोई कोशिश? नहीं, सीबीआई ਨੂੰ ਅਸੀਂ ਆਪ ਜਾ ਕੇ ਉੱਥੇ ਬਿਆਨ ਦੇ ਕੇ ਆਏ ਆ ਜੀ। ਅਸੀਂ ਕੁਲਮੰਗਲ ਗੁਰਦੁਆਰੇ ਹੀ ਜਿੱਥੇ ਦੱਸਿਆ ਜਾ ਰਿਹਾ ਕਿ 3 ਕਤਲ ਹੋਏ ਆ, ਉੱਥੇ ਅਸੀਂ ਪੂਰਾ ਦਿਨ ਔਰ ਰਾਤ ਦੇ 11 ਵਜੇ ਤੱਕ ਉੱਥੇ ਅਸੀਂ ਕਿਸੇ ਜਗਦੀਸ਼ ਟਾਈਟਲਰ ਨੂੰ ਜਾਂ ਕਿਸੇ ਹੋਰ ਨੇਤਾ ਨੂੰ ਵੀ ਕੋਈ ਦੰਗੇ ਭੜਕਾਉਂਦਿਆਂ ਨਹੀਂ ਨਾ ਦੇਖਿਆ। രണ്ടാമതായി താങ്കൾ പറഞ്ഞത് ജസ്ബീറിനെ കുറിച്ചാണ്. അതെ, ജസ്ബീർ. ആ, ജസ്ബീർ ജസ്ബീർ. എന്ത് പറഞ്ഞു എന്ന് വെച്ചാ, 3-ാം തീയതി ആലോചിച്ച് നോക്കൂ, 3-ാം തീയതി 35 കിലോമീറ്റർ ദൂരെ വന്ന് രാത്രി കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ സുജാ സിംഗിന്റെ വീട്ടിലായിരുന്നു. ആർമിയുടെ അടുത്തും പോലീസിന്റെ അടുത്തും ഞാൻ RTC ചോദിച്ചു. അതായത് 3-ാം തീയതി കർഫ്യൂ, ജനങ്ങൾ ആരെയും അവിടെ കണ്ടില്ല, പക്ഷെ അദ്ദേഹം കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ക്രൗഡിൽ മിനിസ്റ്റർ വന്നെന്ന്. ഞാനൊരു ഓർഡിനറി MP ആണ്, ഞാൻ ഫിയറ്റിൽ വന്നു. പിന്നെ പറഞ്ഞു മിനിസ്റ്റർ വന്നു, അദ്ദേഹത്തെ ചുറ്റി പോലീസ് നിന്നു. അദ്ദേഹം ക്രൗഡിനോടൊക്കെ പറഞ്ഞു, ഈ ഏരിയയിൽ സിഖുകാരെ അധികമില്ല, ഞാൻ സിഖുകാരെ കൊന്നില്ലെങ്കിൽ ഞാൻ മിനിസ്റ്റർ അടുത്ത് എങ്ങനെ പൊസിഷൻ ഉയർത്തി കാണിക്കുന്നു. ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ നോക്കിയാൽ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാൻ 2000-ൽ കൊടുത്ത ഇന്റർവ്യൂ നോക്കുകയാണെങ്കിൽ ജഗദീഷ് ടൈറ്റ്ലർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഭഗത് ഏരിയയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എന്റെ ഏരിയയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എന്റെ ലീഡറിനോട് എന്ത് പറയാൻ. അന്ന് രാത്രി നോക്കുകയാണെങ്കിൽ സുർജിത് സിംഗിന്റെ വീട്ടിലായിരുന്നു. പക്ഷെ സുർജിത് സിംഗ് ഇദ്ദേഹത്തെ ആരാണെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ വാക്മൂലവും കൊണ്ടുവന്നു. ശരി, സുചത് സിംഗ് ഇപ്പോ അദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. कोई जसबीर को मैं नहीं जानता, ना देखा ही, ना मतलब उन्होंने आप कभी उनसे नहीं मिले? कभी भी नहीं। कभी वो किसी तरह की कोई चर्चा उनकी ना कोई किसी बिल्कुल कभी नहीं हुई। तो जसबीर सिंह जी का कहना है कि वो 84 के दंगों के बाद आपके यहाँ आए, ठहरे। वो इस बात में कितनी सच्चाई है? और ये बिल्कुल झूठा और फरेबी इंसान है। बल्कि ये जब अखबारों में आया तब मैंने गुरचरण बब्बर से पूछा, मैं ये लफ्ज़ मेरे थे, मैं ये कुत्ता कौन है जब ऐसे भौंकता रहा, लफ्ज़ मेरे ये थे कि नहीं ये जमुना पार का रहने वाला। मैं जो उसने मेरा नाम क्यों लिया जब मैं उसे जानता नहीं, पता नहीं, मेरे घर आया नहीं, क्यों ये पेपरों में आ गया? ഈ ബേസിസിലാണ് CBI എൻക്വയറി ചെയ്തത്. ഹോം മിനിസ്റ്റർ എൻക്വയറി ചെയ്തു. പിന്നെ CBIക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ മനുഷ്യരോട് ചോദിക്കൂ, ജഡ്ജിനോട് ചോദിക്കൂ. ഇത്രയും പ്രശ്നങ്ങൾ ആയതിനു ശേഷം, ഇത് കള്ളമാണെന്ന് തെളിഞ്ഞതിനു ശേഷം അവർ എനിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു, പക്ഷെ എല്ലാവരും ഒച്ച വെക്കുന്നു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും പക്ഷെ ആ സംശയം പോലും ഇല്ല. അതിന് ഞാൻ ദൈവത്തോട് വേണം നന്ദി പറയാൻ. 82-84 വയസ്സായും അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്മൂലം മേടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പിന്നെ പറയും ഞാൻ കള്ളം പറയുകയാണെന്ന്. ക്യാൻ യു ഇമാജിൻ രജിത് സർ? അവൻ എന്നെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയെന്നറിയോ? അതായത് 25 ഇയേഴ്സ്. എല്ലാവരും എന്നെ വിടാതെ പിന്തുടർന്നു, അതും ഒരു കാരണവുമില്ലാതെ. താങ്കളുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് കാണുന്ന ജനങ്ങളും അത് മനസ്സിലാക്കുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കും. മീഡിയ പോലും എന്ത് റോളാണ് പ്ലേ ചെയ്തത്? മീഡിയയിൽ എന്നെ വളരെ മോശമായി നാണം കെടുത്തി. ഒരുപക്ഷെ ലേബിളാണെങ്കിൽ ആ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് 100 കോടി വാങ്ങിയേനെ. ഏകദേശം 100 കോടി. കാരണം അത്രമാത്രം കള്ളങ്ങളാണ് അവർ പറഞ്ഞുണ്ടാക്കിയത്. ലൈഫിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചു പോലും നോക്കിയിട്ടില്ല എന്റെ അഭിമാനം ഇത്രമാത്രം നശിക്കുമെന്ന്. അവർ അസത്യം ഊതി വീർപ്പിച്ചു. ഇത് ഇന്ത്യയാണ്, ഇതൊരു ഡെമോക്രാറ്റിക് നാടാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഇതിൽ തന്നെ കള്ളമുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഏജൻസീസിനെ വിശ്വസിക്കില്ല, ജനങ്ങളെ പോലും വിശ്വസിക്കില്ല. പറയുകയാണെങ്കിൽ മീഡിയ വളരെ പവർഫുൾ ആണ്. ഗവൺമെന്റിനെ പിടിക്കും, ക്രിമിനൽസിനെ പിടിക്കും. പക്ഷെ ഇപ്പൊ മീഡിയ എന്നോട് കാണിച്ചത് കണ്ടില്ലേ? ഞാൻ ഇവരുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞു, തെളിവ് കൊണ്ടുപോയി കാണിച്ചു, പക്ഷെ ആരും അത് ചെവി കൊണ്ടില്ല. ഞാൻ പ്രൂഫ് കൊണ്ടുപോയി മീഡിയയുടെ കയ്യിൽ കൊടുത്തു, ആരും അത് ശ്രദ്ധിച്ചില്ല. എല്ലാവരുടെ കയ്യിലും പേപ്പറുകളുണ്ടായിരുന്നു. എന്തു പറയുന്നു അതാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. അവരെത്ര കള്ളം പറഞ്ഞാലും അതാണ് സത്യം. ഇന്ന് പബ്ലിക്കിന്റെ മുൻപിൽ ഞാൻ എത്രമാത്രം തെന്നി വീണു എന്ന് വെച്ചാൽ അതെനിക്ക് അപമാനമാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഈ ഗുരുദ്വാര കമ്മിറ്റി പീപ്പിൾ.
എല്ലാരും ഒന്നായി, എല്ലാവരും. ആ ലേഡീസ് എന്തു ചെയ്തു, അവരുടെ കുട്ടികൾ എന്തു ചെയ്തു? ആ സ്ത്രീകൾക്ക് ആരെങ്കിലും ജോലി വാങ്ങി കൊടുത്തു കാണോ? വീട് വാങ്ങിക്കൊടുത്തോ? പക്ഷെ ഞാൻ വീട് വാങ്ങി കൊടുത്തിട്ടുണ്ട്, ജോലി വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഫാമിലിയെ രക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഭക്ഷണം നൽകിയിട്ടുണ്ട്, വീട്ടിലേക്ക് ആവശ്യമുള്ളത് നൽകിയിട്ടുണ്ട്. നന്ദ സർ ഇപ്പൊ ജീവനോടെയല്ല, എസ്കോട്ട്സിന്റെ മുതലാളി. പിന്നെ അപ്പോളോ കമ്പനിയുടെ ഗ്രൂപ്പ്, ഞാൻ അവരുടെ അടുത്ത് 7-8 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങി ഗുരുദ്വാരയിൽ നൽകി, അമ്പലം ശരിയാക്കാൻ, ഫേർണിച്ചർ ശരിയാക്കാൻ. അവരെത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞു, നിങ്ങളോട് ആരാണോ വഴക്കിടുന്നത് അങ്ങോട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകൂന്ന്. ഞാൻ ഇതേ ഗുരുദ്വാരയിലുള്ള ആളുകൾക്കാണ് 7 ലക്ഷം രൂപ പണം കൊണ്ടുപോയി കൊടുത്ത് എല്ലാം ശരിയാക്കാൻ പറഞ്ഞത്. ഓരോ ഗുരുദ്വാരയും ഞാൻ ശരിയാക്കി. എനിക്കത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ഗുരുവിന്റെ വീട് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ ജനങ്ങൾ സർദാറിനോടും അകാലികളോടും ചോദിച്ചു, ദൈവമേ, ഇത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ ലഭിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ അപമാനിച്ചു. എല്ലാവരും പറഞ്ഞു ജഗദീഷ് ടൈറ്റ്ലർ നാടകം കളിക്കാണെന്ന്. എന്റെ ഹൃദയം കത്തുകയായിരുന്നു. കാരണം അവരെന്നെ മുഴുവനായിട്ട് നശിപ്പിച്ചു, എന്റെ കുടുംബത്തെ നശിപ്പിച്ചു. എന്റെ കുടുംബം ഭക്ഷണത്തിന് വഴിയില്ലാത്ത കുടുംബമല്ല, എല്ലാവരും നന്നായി ജീവിച്ചവരാ. പിന്നെ എന്റെ വീട് കേഴ്സൺ റോഡിൽ, എയർ ഇന്ത്യ ബിൽഡിങ്ങിന്റെ മുൻപിൽ. ഇതിനു മുൻപുണ്ടായിരുന്ന ടൈറ്റ്ലർ ഒരു അഡ്വൈസർ ആയിരുന്നു, ഒരു നല്ല വെൽ നോൺ പേഴ്സണാലിറ്റി. ഞങ്ങൾ കൊണോട്ട് പ്ലേസിലേക്കൊക്കെ പോവുമായിരുന്നു, ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ ബക്കിങ്ങിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ജീവിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും നീചമായ ഒരു പണി ഞാൻ ചെയ്യൂ? ഞാൻ സിഖ് ഫാമിലിയാണ്, സിഖ് ഫാമിലിയിൽ ഉള്ളവനാണ്, ഗുരുവിനെ വണങ്ങുന്നവനാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണ്. നിങ്ങൾക്കറിയോ, ഇന്ന് ഞാൻ ഒരു 10-15 കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നവനാണ്. ആയിരക്കണക്കിന് സ്ത്രീകളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മാസവും വിധവ സ്ത്രീകളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 35 വർഷങ്ങളായി വിധവ സ്ത്രീകളുടെ കല്യാണം ഞാൻ നിർത്തിയിട്ടേ ഇല്ല. അവർക്ക് എന്നെ കുറിച്ച് എന്തറിയാം? ഞങ്ങൾക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ താങ്കൾക്ക് എന്തെങ്കിലും അന്യായം നടന്നിരുന്നാൽ അത് മീഡിയയുടെ സൈഡിൽ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. തീർച്ചയായും ശിക്ഷ ലഭിക്കും.